ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് മൃദംഗനാദം പരിപാടിയിൽ നടത്തിയത് ഇന്നലെ കൊച്ചിയിൽ. പക്ഷേ അടിമുടി സുരക്ഷാ വീഴ്ചകളാണ് ആ പരിപാടിയിൽ ഉണ്ടായത്. വേദിയിൽ ഉറപ്പാക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഒന്നുപോലും സംഘാടകർ ഒരുക്കിയിരുന്നില്ല. വീഴ്ച കണ്ടെത്തിയതോടെ ഓസ്കാർ ഇവന്റ്സിന്റെ മാനേജർ കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃത സ്റ്റേജ് നിർമ്മാണം കണ്ടിട്ടും സുരക്ഷ ഉറപ്പാക്കാൻ GCDA പരാജയപ്പെട്ടു എന്നുള്ളതാണ് കണ്ടെത്തൽ. മന്ത്രിയും ജനപ്രതിനിധികളും പങ്കെടുത്ത പരിപാടിയിലെ സുരക്ഷാ വീഴ്ച പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതേസമയം സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അപകടനില തരണം ചെയ്തുവെന്ന് പറയാൻ കഴിയില്ല. പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് നമുക്കൊപ്പം ശ്യാം പ്രസാദ് ഉത്തമനാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, അടിമുടി സുരക്ഷാ വീഴ്ചയാണ്. ആ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോലും കൈവരിക്ക് പകരം റിബണാണ് കിട്ടിയിരുന്നത്. അതാണ് ഈ അപകടത്തിന് കാരണമായതും. ഇപ്പോൾ PWയുടെ പരിശോധനയുണ്ടായിരുന്നു, പോലീസിന്റെ പരിശോധനയുണ്ടായിരുന്നു. ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഈ സ്റ്റേജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട്? അതായത് ഈ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അടിമുടി സുരക്ഷാ വീഴ്ച എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രിമാർ, അതോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ കരുതേണ്ട തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗവും പോലീസും അടക്കമുള്ള ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സംഘാടകർക്കെതിരെയും അതോടൊപ്പം തന്നെ ഈ സ്റ്റേജ് നിർമ്മിച്ച ആളുകൾക്കെതിരെയും നിലവിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉമാ തോമസിന്റെ പേഴ്സണൽ സ്റ്റാഫാണ് ഇത് സംബന്ധിച്ച് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ കേസെടുത്ത് ഇപ്പോൾ ഇതിന്റെ ഈ സ്റ്റേജ് നിർമ്മിച്ച ഓസ്കാർ മാനേജ്മെന്റിന്റെ ഉടമയായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിലവിൽ ിരിക്കുന്നത് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. അതിനാൽ തന്നെ ഈ വകുപ്പുകൾ പ്രകാരം നിലവിൽ അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും വൈകാതെ തന്നെ ജാമ്യത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങുവാനും സാധിക്കും. മറ്റൊന്ന്, ഈ സ്റ്റേജിനോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന ഈ ക്യൂ മാനേജർ, അതായത് ആ റിബൺ എന്ന് പറയുന്ന ക്യൂ മാനേജർ മാത്രമാണ് ഇവർ ഒരു ബാരിക്കേഡായിട്ട് നിർമ്മിച്ചത് എന്നതാണ്. ഇത്തരം ഉയരമുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ബാരിക്കേഡല്ല ഒരുക്കേണ്ടത്. വളരെ ശക്തിയുള്ള ഒരു ബലമുള്ള ബാരിക്കേഡ് തന്നെ തീർക്കണമായിരുന്നു. അത് ഇവർക്ക് തീർക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ അപകടത്തിൻ്റെ തോത് ഇത്രയേറെ വർദ്ധിക്കാൻ നിലവിൽ ഇടയായിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ജീവന ഭീഷണിയാകും വിധം സ്റ്റേജ് നിർമ്മിച്ചതിന് ഇത്തരത്തിൽ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഈ സ്റ്റേജ് നിർമ്മിച്ച ഓസ്കാർ മാനേജ്മെന്റ് അതിൻ്റെ ഉടമയായിട്ടുള്ള കൃഷ്ണകുമാറിനെ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ക്ഷമ, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അറിയാനുള്ളത് ഉമാ തോമസ് MLA ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. രാവിലെ മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഭേദപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ നില എന്താണ്? നിലവിൽ അപകടനില പൂർണ്ണമായിട്ടും തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിദഗ്ധ സംഘം വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെയോട് തന്നെ CT സ്കാൻ രാവിലെ 8 മണിയോടുകൂടി എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ ഘട്ടത്തിൽ നടന്നില്ല. രക്തസമ്മർദ്ദം വ്യതിയാനം ഉണ്ടായി. അതിനുശേഷം 10 മണിയോടുകൂടി CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തു. ഈ തലയ്ക്ക് ഈ നിലവിൽ പൊട്ടലുണ്ട്, രക്തസ്രാവമുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ പരിഗണിക്കുന്നത് ശ്വാസകോശത്തിന് ഏറ്റിട്ടുള്ള പ്രശ്നങ്ങളാണ്. ശ്വാസകോശത്തിലെ ഈ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഏറെ ഗുരുതരമാണ് എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ സഹായം തുടർച്ചയായിട്ട് കുറച്ചധികം ദിവസത്തേക്ക് വെന്റിലേറ്റർ സഹായം വേണ്ടിവരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ വെന്റിലേറ്റർ സഹായം തുടർന്ന് ഈ ശ്വാസകോശത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം മാത്രം മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഒരു പൂർണ്ണമായും ഒരു അപകടനില തരണം ചെയ്തു എന്ന നിലവിൽ പറയാൻ കഴിയുകയില്ല. ശ്യാം, ഇപ്പം ഇതിന്റെ സംഘാടകർ ഈവൻസ് മാനേജറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു, അറസ്റ്റിലായിട്ടുണ്ട് അദ്ദേഹം കൃഷ്ണകുമാർ. അതിലുപരി ഇപ്പൊ GCDA ഒക്കെ പറയുന്ന ചില വാദങ്ങളുണ്ട്. അതായത് GCDA തീരുമാനിച്ചതിൽ നിന്ന് വേദി നിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന്. അപ്പോഴും അവർക്ക് കൃത്യമായ എഞ്ചിനീയറിംഗ് വിഭാഗമൊക്കെ ഉണ്ടല്ലോ ഇത് പരിശോധിക്കാൻ. സ്വാഭാവികമായും ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന, ഇത്രയധികം അതിഥികളൊക്കെ വരുന്ന, പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ജനപ്രതിനിധികളാണെങ്കിലും ശരി, ഇത്രയധികം ആളുകൾ വരുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഒരു തവണ പോലും ആ രീതിയിലുള്ള ഒരു സുരക്ഷാ പരിശോധന ഉണ്ടായില്ലേ ആരുടെയും ഭാഗത്ത് നിന്ന്? ഇപ്പോൾ പോലീസ് ആണെങ്കിലും ശരി, GCDA ആണെങ്കിലും ശരി. അതായത് ഈ GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്നത് അവരോട് ഈ സ്റ്റേഡിയം മാത്രം ഉപയോഗിക്കുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. അല്ലാതെ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ പ്രത്യേകമായ ഒരു വേദി കെട്ടുന്ന കാര്യമൊന്നും സംസാരിച്ചില്ല. 5 മിനിറ്റ് ഒരു ഉദ്ഘാടന ചടങ്ങുണ്ടാവും. അത് വിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടന ചടങ്ങ് മാത്രമായിരിക്കും എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ പ്രത്യേകമായിട്ട് ഈ സ്റ്റേഡിയത്തിനകത്ത് പ്രത്യേകം വേദി ഒരുക്കുന്ന കാര്യമൊന്നും അറിയിച്ചിട്ടില്ല എന്നതാണ് ഈ GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോൾ പറയുന്നത്. ഇതിൻ്റെ സംഘാടകർ തന്നെ അത് ചെയ്യുകയായിരുന്നു എന്നും
ഇവർ പറയുന്നു. ഇവർ യാതൊരു തരത്തിലുള്ള അനുമതിയും വാങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റൊന്നും തന്നെ അതിന്റെ ബന്ധപ്പെട്ട അധികൃതരാരും തന്നെ ഈ കോർപ്പറേഷന്റെ നഗരസഭാ ചെയർമാൻ പോലും ഈ പരിപാടി വിവരങ്ങൾ നൽകിയത്. ശ്യാം ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതും പാലാരിവട്ടം പോലീസാണ്. എന്തായാലും ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ പ്രത്യേകിച്ച് ആ ഒരു സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വരിയിൽ മാത്രമേ കസേര ഇടാനുള്ള സ്ഥലമുള്ളൂ, അവിടെയാണ് 2 വരിയിൽ കസേര ഇട്ടിരിക്കുന്നത്. അങ്ങനെ അടിമുടി സുരക്ഷാ വീഴ്ചയാണ് ആ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളത്. മന്ത്രിയും MLA യും പോലീസ് ഉദ്യോഗസ്ഥരും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടി. അപ്പോൾ അവർക്കൊക്കെ ഈ രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത് വെച്ചെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും അത് കഴിഞ്ഞ് ആ പരിപാടി തുടർന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇങ്ങനെ ഒരു അപകടം, ഇത്രയും ഗുരുതരമായ ഒരു അപകടം അവിടെ നടന്നു, അത് കഴിഞ്ഞിട്ടും 8 മിനിറ്റ് 9 മിനിറ്റ് നേരം ആ പരിപാടി തുടർന്നു എന്നൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ മുന്നിൽ.